എത്തിയിരിക്കുന്നത് ഇൻഡോ യൂറോപ്യൻ കരിയർ ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിലാണ്. ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഐസക് കൂരോത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ ഫാദർ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മനിയാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ജർമ്മൻ രാജ്യം തിരഞ്ഞെടുക്കുമ്പോൾ, ആ രാജ്യത്തേക്ക് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടുത്തെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ജർമ്മൻ സെലക്ട് ചെയ്യാനുള്ള കാരണവും ഞാൻ പറഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രതയാണത്. സോഷ്യൽ സെക്യൂരിറ്റി ഏകദേശം ഒരു 99% സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു രാജ്യമാണ്. പിന്നീട് ജർമ്മന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു 60 to 70% ആൾക്കാർ തന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രായമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വർക്കിംഗ് പോപ്പുലേഷൻസ് കമ്പാരിറ്റീവ്ലി വളരെ ലോയാണ്. ഇന്ത്യയെ സെലക്ട് ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇവിടുത്തെ വർക്കിംഗ് പോപ്പുലേഷൻ നല്ല പെർസെന്റേജ് ഉണ്ട്. ലോകത്ത് തന്നെ ഒരു മാതൃകയാണ് വർക്കിംഗ് പോപ്പുലേഷൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ നല്ല വർക്കിംഗിന് കണ്ടീഷൻസിന് വേണ്ടി സെലക്ട് ചെയ്ത് പല രാജ്യങ്ങളെ സെലക്ട് ചെയ്യുക. അതിൽ ഏറ്റവും നല്ലൊരു രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയിലേക്ക് പോകുമ്പോൾ ഒരു മിനിമം വിദ്യാഭ്യാസം +2 എങ്കിലും ഉണ്ടാകണം. ജർമ്മനി പോകുന്ന ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ഒരു കാര്യം ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ്. ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇല്ലാതെ ആ രാജ്യത്ത് നിൽക്കാനോ അവിടെ PR അവിടുത്തെ സിറ്റീസ് മൈഗ്രേഷനോ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ തന്നെ അവിടെ ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ വല്ലതും പഠിക്കാൻ പോയാൽ തന്നെ ജർമ്മൻ ലാംഗ്വേജ് മിനിമം എങ്കിലും അത് പാസ്സാകാതെ അവിടെ അവർ നിർത്താനോ അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാനോ ജോലിക്ക് പോകാനോ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ പോകുമ്പോൾ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി എടുത്തു പോവുകയാണെങ്കിൽ ഏറ്റവും അഭികാമി അത് തന്നെയാണ്. അവർ പിന്നീട് ദുഃഖിക്കേണ്ടി വരത്തില്ല. മിക്കവാറും കുട്ടികൾ ഈ ലാംഗ്വേജ് പ്രൊഫഷൻസ് ഇല്ലാതെ പോയിട്ട് തിരിച്ചു വരണ്ട. എന്റെ തന്നെ സുഹൃത്തുക്കളുണ്ട്, ഏകദേശം ഇത്ര വർഷത്തിനകം ആ ലാംഗ്വേജ് പ്രൊഫഷൻസ് എടുത്തില്ലെങ്കിൽ തിരിച്ചു കയറി പോകണമെന്ന് ഗവൺമെന്റ് വരെ അവർക്ക് വാണിംഗ് കൊടുക്കും, അനൗൺസ് ചെയ്ത് വിടുക. അപ്പൊ അവര് തന്നെ ഓടി നടക്കുകയാണ്. കാരണം ഈ ടെസ്റ്റ് പാസ്സാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ A1, A2, B1, B2 4 സ്റ്റേജ് ഉണ്ട്. ഈ B2 ലെവൽ സ്റ്റേജ് ആണ് ഒരു രജിസ്റ്റേർഡ് ആയിട്ടൊരു ആൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, അവിടെ ഒരു വ്യക്തിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ B2 ലെവലെങ്കിലും മിനിമം ഉണ്ടാവുന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ B2 ലെവൽ പാസ്സായ ശേഷം പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു മിനിമം +2 വിദ്യാഭ്യാസവും B2 ലെവൽ സർട്ടിഫിക്കറ്റ് എങ്കിലും എടുത്തിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അവിടെ ജോലിക്ക് ഒരു എംപ്ലോയർ ആര് വേണമെങ്കിലും ഹയർ ചെയ്യും. പലപ്പോഴും പഠിച്ചു കഴിഞ്ഞിട്ട് എടുക്കണമെങ്കിൽ തന്നെ B2 വേണം. അതുമല്ല, ജർമ്മനിയിൽ ഞാൻ പറഞ്ഞു വർക്കിംഗ് പോപ്പുലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവര് സ്റ്റൈഫണ്ട് തന്നുകൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിക്കാൻ അവർ തയ്യാറാണ്. അതിപ്പോ പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിൽ, ഹെൽത്ത് സെക്ടറിൽ അവിടെ വളരെ പ്രശ്നമാണ്. കാരണം വർക്ക് ചെയ്യാൻ ആളുകളെ ലക്ഷക്കണക്കിന് നഴ്സസിന്റെ വേക്കൻസീസ് കിടക്കുക. ഏകദേശം 1250 യൂറോയോളം, ഏകദേശം 1200 യൂറോയ്ക്ക് മുകളിലായിട്ട് സ്റ്റൈഫണ്ട് ഓരോ മാസവും കൊടുക്കുന്നുണ്ട് നഴ്സിംഗ് മേഖലകളിൽ. അങ്ങനെ തന്നെ ഓരോ സെക്ടറുണ്ട്. IT മേഖലകളിലുണ്ട്, ലോജിസ്റ്റിക്സ്, ഹോട്ടൽ മാനേജ്മെന്റ്. ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണ്? നഴ്സിംഗ് മേഖലയാണ് ഏറ്റവും കൂടുതൽ. അതിനുശേഷം ഹോട്ടൽ മാനേജ്മെന്റ്, അതായത് ഫുഡ്. അറിയാലോ, ഭക്ഷണവും ഹെൽത്തും ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. മനുഷ്യന്റെ ആരോഗ്യവും അത് തന്നെ ഭക്ഷണവും അതുള്ളിടത്തോളം കാലം ആ മേഖലയ്ക്ക് എന്നും ജോലി ഉണ്ടാവും. അത് പലപ്പോഴും കുട്ടികളൊന്നും മനസ്സിലാക്കുന്നതുമില്ല. അല്ല, ആദ്യകാലങ്ങളില് നേഴ്സസ് വേക്കൻസിക്ക് ഈ നേഴ്സായിട്ടായിരുന്നു ആദ്യകാലങ്ങളിലെ ആളുകൾ കൂടുതലും വിദേശ രാജ്യങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് മറ്റു പല ഫീൽഡിലേക്കും ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മേഖല ഏതാണ്? ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മേഖല IT സെക്ടേഴ്സ് നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് മേഖല ആ ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ ഹോട്ടൽ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയിൽ ലോജിസ്റ്റിക്സ് ഇല്ലാതെ ഒരു മൂവ്മെന്റ് സാധ്യമല്ല. അതുകൊണ്ട് അവിടെ ഒരു എന്താണ് കാർഗോ, അവിടെ നിന്ന് ഷിപ്മെന്റ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു മേഖലയാണ്. ഈ യൂറോപ്യൻസിൽ എപ്പോഴും ഈ മൂവ്മെന്റ്സ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സ്ഥലമാണ്. ഇത് ജർമ്മൻ എന്ന് പറഞ്ഞൊരു വാസ്റ്റ് കൺട്രിയാണ്. ഇന്ത്യയുടെ ഏകദേശം ഒരു 3/4 ഭാഗത്തുള്ള ഒരു രാജ്യമാണ് ജർമ്മൻ. മറ്റു യൂറോപ്യൻ കൺട്രികൾക്കല്ല, വലിയൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ലോജിസ്റ്റിക്സിന് അല്ല ഹോട്ടൽ മാനേജ്മെന്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഇപ്പോഴും നഴ്സിംഗ് മേഖലയ്ക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം എന്ന് വെച്ചാൽ അവിടെ വർക്ക് ചെയ്യുന്ന പിന്നെ വേക്കൻസീസ് ഒരുപാട് ഇപ്പോഴും ഫില്ല് ആവാനായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അവര് ഹയർ ചെയ്ത് പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഡിഫറെന്റ് ആണ്. അതായത്
ഒരു 50% തിയറി 50% പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത്. പഠിക്കുന്നത്. ഇപ്പൊ ഒരു മാസം ക്ലാസ് ആണെങ്കിൽ ഒരു മാസം അവർക്ക് മൊത്തം പ്രാക്ടിക്കൽ ആയിരിക്കും. എന്ത് പഠിച്ചോ അത് പ്രാക്ടീസ് ചെയ്യുവാണ്. അങ്ങനെ പഠിച്ച് അവിടെ നഴ്സസിന്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റീവ് പ്രാക്ടീസസ് ആണ്. അപ്പൊ അങ്ങനെ പഠിച്ചു പോകുന്ന രീതി, അതായത് നമ്മുടെ രീതിയിൽ ഒരു തിയറി മാത്രം പഠിക്കുന്ന രീതിയല്ല. അവർ 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കോഴ്സസ് തന്നെ വോസ് ബിൽഡിംഗ് കോഴ്സസ് എന്നാണ് ഇതിനൊക്കെ പറയുന്നത്. ഈ സ്റ്റൈഫണ്ടുള്ള കോഴ്സസ് എല്ലാം വോസ് ബിൽഡിംഗ് കോഴ്സസ് ആണ്. അതായത് വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സസ് എന്നുള്ള രീതിയാണ്. അതായത് തിയറി കൊണ്ട് പ്രാക്ടിക്കൽ കൊണ്ട്. ഇപ്പൊ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെയാണെങ്കിലും നമ്മൾ തിയറി പഠിക്കുന്നതൊന്നും ആ ഫീൽഡ് തന്നെ നമ്മൾ ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ വരുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആയ, അതിപ്പം എത്ര സിലബസ് മാറി വന്നെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ തിയറിയും പ്രാക്ടിക്കലും എൻറ്റയർലി ഡിഫറൻസ് ആണ്. അപ്പൊ പലപ്പോഴും പ്രാക്ടിക്കൽ സെക്ഷൻ പല സ്ഥലങ്ങളിലും കൊടുക്കാറില്ല അല്ലെ? അപ്പൊ അതൊരു നമ്മുടെ ഒരു വലിയൊരു പോരായ്മ തന്നെയാണ്. ഇന്ത്യയിലെ ഒരു ഡ്രോബാക്ക് ആണ്. ഒരു ബിടെക് വിദ്യാർത്ഥിക്ക് ചിലപ്പോ, ഒരു മെക്കാനിക്കൽ ബിടെക് വിദ്യാർത്ഥിക്ക് ഒരു വണ്ടി ശരിയാക്കാൻ അറിയില്ല. അങ്ങനെയല്ല, അവിടെ പഠിക്കാൻ പറ്റില്ല. അവിടെ ഒരു ബിടെക് പഠിച്ചാൽ അതിന് സ്റ്റാർട്ടിങ് ഇറങ്ങുന്ന മുതൽ അത് ശരിയാക്കിയിരിക്കണം. കാരണം അങ്ങനെയാണ് ഹയർ ചെയ്യുന്നത്. ജോലിക്ക് വേണ്ടിയാണ് ഹയർ ചെയ്യുന്നത്. ബിടെക് വിദ്യാർത്ഥി ജോലിക്കല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഹയറിംഗ് ആണ് അവിടെ ഉള്ളത്. അപ്പോ ഇതിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ പഠിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സ് ഏതാണെങ്കിലും ശരി, അത് പ്രാക്ടിക്കൽ കൊടുക്കുന്ന വെച്ചാൽ 3 വർഷത്തെ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് കൊടുക്കും. അവർക്ക് എന്റെ അവിടെ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് എഴുതി പാസ്സാവണം. പ്രത്യേകിച്ച് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി എന്ന് പറയാനുള്ള വലിയൊരു റീസൺ ഉണ്ട്. അതായത് ഈ പോസിബിൾ കോഴ്സസിന് പോകുന്നു. പലപ്പോഴും വിദ്യാർത്ഥികൾ അറിയാത്തൊരു കാര്യമുണ്ട്. അവര് പോകുമ്പോ ഈ ലാംഗ്വേജ് പ്രൊഫഷൻസി ഇല്ലെങ്കിൽ അവിടുത്തെ ടെസ്റ്റ് പാസ്സാകാൻ പറ്റില്ല. അവിടെ പ്രാക്ടിക്കൽ കൊണ്ട് അവർക്ക് അതുപോലെ തന്നെ തിയറി എക്സാംസും ഉണ്ട്. ഇത് പാസ്സായില്ലെങ്കിൽ ഇവിടെ സ്റ്റൈഫണ്ട് കട്ടാവും. സ്റ്റൈഫണ്ട് അവർ കട്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആദ്യം പോകുന്ന ഈ 1 വർഷത്തോളം ഏകദേശം ഒരു പ്രൊബേഷണൽ ഹോസ്പിറ്റൽ പോകുന്നത്. പ്രൊബേഷൻ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് മസ്റ്റ് ആയിട്ടും ഈ ലാംഗ്വേജ് ലേൺ ചെയ്തിട്ട് തന്നെ പോകണം. അത് കറക്റ്റ് ആയിട്ട് ഒരു സെന്ററിൽ പോകണം. അതുകൊണ്ട് ഇവിടുന്ന് ഒരു A1 പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥി ഒരു പേരൻസിനോട്, എല്ലാ പേരൻസിനോട് ഞാൻ പറയാറുണ്ട്, നമ്മൾ അത് തുടങ്ങുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആണ് B2 സർട്ടിഫിക്കറ്റ് എന്ന രീതിയിൽ പഠിച്ച് ഈ കുറുക്കുവഴിയിൽ പോകുന്ന ഒരു പരിപാടിയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ A1 A2 നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ മുകളിലോട്ട് നമുക്ക് പഠിക്കാൻ പറ്റൂ. സ്കൂളിൽ പോലും പഠിക്കാതെ കോളേജ് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് തന്നെ. ഇതിന്റെ ബേസ് പഠിച്ച് നല്ല രീതിയിൽ എഴുതാനും പഠിക്കാനും വായിക്കാനും നമ്മൾ ഒന്നാമത് അറിഞ്ഞിരിക്കണം. അത് അറിയാമെങ്കിൽ തന്നെ അവിടെ തിയറി പാസ്സാകാൻ എളുപ്പമാണ്. കാരണം അവിടെ പഠിപ്പിക്കുന്നത് ജർമ്മനിലാണ്. നമ്മളൊരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ ഡീൽ ചെയ്യേണ്ടത് ജർമ്മനിലാണ് ഡീൽ ചെയ്യേണ്ടത്. അപ്പോ ഈ ലാംഗ്വേജ് അറിയാതെ എങ്ങനെ അവിടുത്തെ പ്രാക്ടിക്കൽ പാസ്സാവും, എങ്ങനെ അവിടുത്തെ തിയറി പാസ്സാവും? പലപ്പോഴും ഇത് അറിയാതെ ഒരു കുറുക്കു വഴിയൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അതില്ല, അത് ശരിയല്ല. അങ്ങനെ കുറുക്കു വഴി പോകുന്നതൊക്കെ തിരിച്ചു വരേണ്ടി വരും ആ ഒരു അവസ്ഥയിലേക്ക്. അതുകൊണ്ട് നല്ല രീതിയിൽ അത് പഠിക്കുക. ലാംഗ്വേജ് പ്രൊഫഷൻസി എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ടെസ്റ്റ് പാസ്സാൻ വളരെ ഈസിയാണ്.